ഉമ്മയും വാപ്പയും ഒക്കെ മക്കളെ ഭയന്ന് കിടക്കുന്ന ഒരു കാലഘട്ടം. ഇവൻ കഞ്ചാവ് ഒടിച്ചിട്ടാ വരിക, വെള്ളം അടിച്ചിട്ട് വരിക, വാപ്പായെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഉമ്മയും വാപ്പയും ഒക്കെ മക്കളെ ഭയന്ന് കിടക്കുന്ന ഒരു കാലഘട്ടം. സ്വന്തം മക്കളെ പോലും നമുക്കൊന്നും ഉപദേശിക്കാൻ പറ്റാത്ത കാലമാണ്. ഇന്നലെ കൊല നടന്ന ആ വ്യക്തി പറഞ്ഞത് എന്താണ്? എനിക്ക് ജന്മം നൽകിയതാണ് എൻ്റെ ഉമ്മ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, അതുകൊണ്ട് എൻ്റെ ഉമ്മയെ ആ ജന്മം നൽകിയതിൻ്റെ പേരിൽ ഞാൻ കൊന്നുകളയുകയാണ്. കൂസലില്ലാതെ മീഡിയക്കാരൊക്കെ വന്നപ്പോൾ അവനോട് ചുംബിച്ചു വിടുകയാണ്. കാരണം മറ്റേ ഐറ്റം കയറി തലയ്ക്ക് പിടിച്ചു കിടക്കല്ലേ. ഇവൻ എന്ത് അള്ളാ, ഇവൻ എന്ത് റസൂല്, ഇവൻ എന്ത് ഉമ്മ, ഇവൻ എന്ത് വാപ്പ, മറ്റേ കയറി കിടക്കല്ലേ. നമ്മുടെ കുട്ടികൾക്ക് മൊത്തം ഇതൊരു ഇൻട്രസ്റ്റ് ആയില്ലേ. കോളേജിൽ പോകും നമ്മുടെ ചെറുപ്പക്കാരി പെൺകുട്ടികളൊക്കെ ഇതിൽ നിന്ന് വശംവദരായി. പരസ്യമായിട്ടൊക്കെ ബീഡി വലിക്കുന്ന പെൺകുട്ടികളുടെ ഒക്കെ ഫോട്ടോകൾ വന്നുകൊണ്ടിരിക്കാൻ. പരസ്യമായിട്ട് വഅദ് കേൾക്കാനും ഇൽമ് കേൾക്കാനും ആളുകൾക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ പറയും തിരക്കാണ്, സ്കൂൾ പഠനം, അതുമായുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ അവർ ഉദാഹരണത്തിന് പറയും. പക്ഷെ ആ സ്ഥലത്ത് ഒരു ഗാനമേള സംഘടിപ്പിച്ച് നോക്കും. ഈ സ്കൂളും ഇല്ല, മദ്രസയില്ല, തിരക്കുമില്ല, ഉറക്കവുമില്ല. ഒരു ചെറിയൊരു കോമഡി ഷോ ഒന്ന് സംഘടിപ്പിച്ച് നോക്ക്. എന്തായിരിക്കും നമ്മുടെ ഖൗമിൻ്റെ ആഗ്രഹവും ആവേശവും എന്തായിരിക്കും? ഇൽമ് കേൾക്കാനാണ്, ഇൽമിൻ്റെ വഴിയിലും ഇൽമിൻ്റെ മജ്ലിസിൽ വരാനുമാണ് ഇന്ന് നമ്മുടെ ഉമ്മത്തിന് ഏറ്റവും വലിയ പ്രശ്നം. അതിനോടൊരു താല്പര്യമില്ല. കാരണം എന്താ? ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഹറാമ്, ഇത് ഹറാമ്, അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, ഇതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്കൊക്കെ മാറ്റം വരുത്തേണ്ടി വരും. അത് നമുക്ക് പ്രശ്നമാകും. അതുകൊണ്ട് എന്തായാലും ഇപ്പം അങ്ങോട്ട് തൽക്കാലം പോകണ്ട. എല്ലാവരും ഉണ്ട്. ആ റോഡ് സൈഡിലൊക്കെ നല്ല നല്ല ചെറുപ്പക്കാരുണ്ട്. വഅദ് കേൾക്കാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാരും കൂടാറില്ല. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ എത്രയോ ദിവസമായിട്ട് വഅദ് പറഞ്ഞുകൊണ്ടേ വരികയാണ്. ഏത് സദസ്സിൽ നോക്കിയാലും എക്സ്പയർ ആയ കുറെ ഉമ്മമാരും ഉപ്പമാരും. ഖലാസ്, അവരേ ഉള്ളൂ വഅദ് കേൾക്കാൻ. അവര് വഅദ് കേൾക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു വീക്ഷണത്തിൽ OG എന്നാണ് അവരെ കുറിച്ച് ഇപ്പൊ പറയാം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ അനുസരിച്ച് OG ന്യൂ ജി ഇപ്പൊ അങ്ങനെയാണ്. ഓൾഡ് ജനറേഷൻ, ന്യൂ ജനറേഷൻ, ഇപ്പൊ അങ്ങനെയായി. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോഴത്തെ വഅദ് വിജയിക്കുകയുള്ളൂ. ലോകം ഡിജിറ്റലിന്റെ ലോകമായി മാറി. അപ്പൊ അതുകൊണ്ട് OG ന്യൂ ജി. ഹസ്ബൻഡിന് ഹസ്, ബ്രദറിന് ബ്രോ, സിസ്റ്ററിന് സിസ്, ഇനി ഉപ്പാക്ക് ഉ, ഉമ്മാക്ക് അങ്ങനെ ആയി. ലോകമെല്ലാം അങ്ങനെ ആയിപ്പോയി. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇപ്പോഴത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സൈസിലേക്ക്, ആ ഒരു ഹാലിലേക്ക് എത്തിയിരിക്കുകയാണ്. പണ്ടൊക്കെ മാതാപിതാക്കളെ നമ്മൾ ഭയപ്പെട്ടിരുന്നു. അവരെ കാണുമ്പോൾ എഴുന്നേക്കും, ആദരിക്കും, ബഹുമാനിക്കും. എന്തൊരു സ്നേഹമാണ്. പേടിയ വാപ്പ എത്തിയോ അല്ലാ. നമ്മൾ ജംഗ്ഷനിൽ നിന്ന് പുറയിലെത്തുന്നത്, വീട്ടിലെത്തുന്നതിന് മുമ്പ് വാപ്പ അങ്ങാനും വന്ന് പെട്ടെന്ന് വന്ന് എന്നെ നോക്കിയിരിക്കുക. തീർന്ന് അന്നത്തെ പരിപാടി. ഇന്ന് മാതാപിതാക്കൾ മക്കളെ പേടിക്കുകയാണ്. മാതാപിതാക്കൾ വാപ്പ പള്ളിയിൽ നിസ്കരിക്കാൻ പോയാൽ ഇശ കഴിഞ്ഞിട്ട് ഭാര്യയെ വിളിച്ച് ചോദിക്കും, എടി അവൻ വന്നോ? അവൻ വന്നില്ലെങ്കിൽ പെട്ടെന്ന് പോകും. ഇത്രയൊക്കെ വീട്ടിൽ പോയി നിസ്കരിക്കുള്ളൂ. അവൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം. ഇല്ലെങ്കിൽ ഇവൻ കഞ്ചാവ് ഒടിച്ചിട്ടാ വരിക, വെള്ളം അടിച്ചിട്ട് വരിക, വാപ്പായെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഉമ്മയും വാപ്പയും ഒക്കെ മക്കളെ ഭയന്ന് കിടക്കുന്ന ഒരു കാലഘട്ടം. പണ്ടങ്ങനെയല്ല. മക്കൾ മാതാപിതാക്കളെ ഭയന്നിരുന്ന ഒരു കാലഘട്ടം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞ വാക്ക് തന്നെയാണ്. ലാ തഖൂമുസ്സാഅ, ലോകം അസ്തമിക്കുകയില്ല, ഹത്താ അദ്നാ സദീഖഹു വഅഖസാ അബാഹു. മാതാപിതാക്കളെ പുറങ്കാല് കൊണ്ട് തള്ളിക്കളയുകയും സുഹൃത്തുക്കളെ അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. തങ്ങൾ പറഞ്ഞാണ്. ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, അതിനാണ് കൂടുതൽ സ്ഥാനം നൽകുക. മാതാപിതാക്കൾക്കൊരു സ്ഥാനമില്ല. ലാ യുത്തബഉ ഫീഹി അൽ ആലിമു വലാ യുസ്തഹയാ ഫീഹി മിനൽ ഹലീം യംശി സ്സാലിഹു ഫീഹിം മഖ്ഫിയാ. സാലിഹീങ്ങൾ ഇവരെ കണ്ടാൽ ഭയന്ന് ഒളിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ജനങ്ങൾ നീങ്ങുമെന്ന് ഹബീബായ തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചില്ലേ?
മുതിർന്നവരെ കണ്ടാൽ നമ്മൾ ആ കുട്ടികളെ കാണുമ്പോ നമ്മൾ ഭയപ്പെട്ട് ഒതുങ്ങിപ്പോകുന്ന ഒരു കാലമായിരിക്കും. പണ്ടൊക്കെ മുതിർന്നവരെ കണ്ടാൽ മക്കൾ ബഹുമാനിക്കുന്ന കാലമായിരുന്നു. സ്വഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഇനി ഒരു കാലം വരും, അന്ന് നമ്മൾ മുതിർന്നവരായ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ ആളുകൾ ഇതേപോലെ ചെറുപ്പക്കാരെ കണ്ടാൽ ഭയന്ന് ഒളിച്ചു പോകുന്ന ഒരു കാലം വരുമത്രേ. ഇത് കേട്ടിരുന്ന സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു കാലം വരുവോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബലാ, ഏ സൽമാൻ, അങ്ങനെ ഒരു കാലം വരും കേട്ടോ. അങ്ങനെ ഒരു കാലം വന്നാൽ വൽ മതറു ഖൈളാ വൽ വലദു ഖൈളാ വതഫീളുൽ ലിആമു ഫൈളാ വതഗീലുൽ കിറാമു ഖൈളാ. ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങൾ പറഞ്ഞു, അന്ന് മഴയുണ്ടാവൂല കേട്ടോ. ഇനി മഴ പെയ്താലും ആ മഴ കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവൂല. വൽ വലദു ഖൈളാ, അനുസരണയില്ലാത്ത മക്കളുടെ ഒഴുക്കായിരിക്കും സഹാബ. വതഫീളുൽ ലിആമു ഫൈളാ, അഹങ്കാരികളും തമ്മാടികളും ഒഴുകിക്കൊണ്ടിരിക്കുകയും സ്വാലിഹീങ്ങൾ വിട പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബാക്കൾ അത്ഭുതത്തോടെ ചോദിക്കുകയാ, അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങനെയൊക്കെ സംഭവിക്കുവോ ഹബീബേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ? സഹാബത്തിന് അത്ഭുതം, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അതേ, സംഭവിക്കും കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഒരു ഉഗ്രപ്രഭാഷണം നടത്തിയിട്ട് സമൂഹത്തോട് പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ, ഏ അൻസാരി സമൂഹമേ, ഏ മുഹാജിരീങ്ങളെ, ഖംസുൻ, 5 കാര്യം, ഇദബുതുലീതും ബിഹിൻ, ആ 5 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ, അഊദു ബില്ലാഹ് അൻ തുദിരികൂഹുന്ന, അല്ലാഹുവേ, ആ വിപത്തിൽ നിന്ന് എന്റെ സ്വഹാബത്തിനെ നീ സംരക്ഷിക്കണേ അല്ലാ. ഇടയ്ക്ക് നബി തങ്ങൾ ദുആ ചെയ്തിട്ട് പറയുകയാണ്, 5 കാര്യങ്ങൾ ലോകത്ത് നടപ്പിലായാൽ, അതിൽ അഡിക്റ്റായി പോയാൽ അവർ നശിച്ചത് തന്നെ, തകർന്നത് തന്നെ. അതിൽ ഒന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇദാ ഫശാ ഫീഹിം ഇദാ ലഹറ الزنا ഇദാ ലഹറ الفواحش حتى يعلنوا بها إلا فشا فيهم الطاعون والأوجاع التي لم تكن مضت في أسلافهم الذين مضوا أو كما قال حبيبنا رسول الله. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, പരസ്യമായി വീഴ്ചകൾ നടക്കുന്ന ഒരു കാലം വെളിപ്പെട്ടാൽ, രഹസ്യമില്ല, പരസ്യമായിട്ടാണ് ആണും പെണ്ണും, ഹത്താ യതസാഫദന്നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്, മൃഗങ്ങളെ പോലും നാണം കെടുത്തുമാറ്, ലജ്ജിപ്പിക്കുമാറ് പരസ്യമായി റോഡരയിൽ ആണും പെണ്ണും കൂടിച്ചേരുന്ന ഒരു കാലം വരാതെ ലാ തഖൂമുസ്സാഅ, ലോകം അസ്തമിക്കുകയില്ല കേട്ടോ. ഹത്താ തുൻകഹുൽ മർഅതു ഫീ വസത്തിൻ നഹാരി ജഹാറൻ നഹാറാ, ഒരു പെണ്ണിനെ പരസ്യമായി നടുറോഡിൽ കൊണ്ടുവന്ന് ചുംബിക്കുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല സ്വഹാബത്തെ. അന്ന് പരിസരത്തുകൂടെ നടന്നു പോകുന്ന മുതിർന്നവരുണ്ടല്ലോ, അവർക്ക് ഭയമാണ് അവരോട് ഉപദേശിക്കാൻ, അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർക്ക് ഭയമാണ്. അങ്ങനെയുള്ള കാലത്ത് ആരെങ്കിലും അവരെ ഉപദേശിച്ചാൽ അവർക്ക് മഹാനായ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകിയ കൂലി അവർക്ക് നൽകുമത്രേ. കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പരസ്യമായിട്ട് അഹങ്കാരങ്ങളും തമ്മാടിത്തരങ്ങളും അശ്ലീലതകളും വ്യാപിക്കും, പരസ്യമാവും. മൃഗങ്ങളെ പോലെ നബി തങ്ങൾ പറഞ്ഞു വെക്കാൻ, മൃഗങ്ങളെ പോലെ പരസ്യമാവും. പക്ഷെ ആരെങ്കിലും പറയാൻ പറ്റുമോ, ഏയ് ഡാ തെറ്റാ ചെയ്യരുത്, തെറ്റാണ് പറയാൻ പറ്റുമോ? ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ദിവസം തോറും ട്രെയിനില്, റെയിൽവേ സ്റ്റേഷനില്, ബസ്സില്, ബസ് സ്റ്റാൻഡില്, പടച്ചവനെ നടുറോഡിൽ പരസ്യമായി ആണും പെണ്ണും നമ്മുടെ കൗമ് മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുകയേ വേണ്ട. പരസ്യമായിട്ട് ഈ തലയിൽ തട്ടമിട്ടിട്ട് ആണുങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നത് കാണുമ്പോ സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് നമ്മൾ അവരെ ഉപദേശിക്കുക? നമ്മളെങ്ങാണ് ഉപദേശിക്കാൻ പോയാൽ ഉസ്താദ് കയറി കെട്ടിപ്പിടിച്ചെന്ന് പറയും. അപ്പൊ ആളുകൾക്ക് റാഹത്തായി. ഉസ്താദിന് എന്തെങ്കിലും പറഞ്ഞ ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഉടനെ അടി. അയാൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? അയാൾ പിടിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? അയാൾ തൊടാൻ പോകേണ്ട ആവശ്യമുണ്ടോ? മുസ്ലിയാക്കന്മാർക്ക് മുസ്ലിയാരെ പണിയെടുത്താൽ പോരെ. നമ്മൾ ഇത് ചെയ്യല്ലേ, തെറ്റല്ലേ, ഇന്ന് മാറി ഇന്നൂടെ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഞങ്ങളങ്ങനെ പറയാൻ പോകില്ല. കാരണം ഇതാ സംഭവം. ഇപ്പൊ എല്ലാം ക്യാമറ പിടിച്ചു വെച്ചേക്കല്ലേ. ഇപ്പൊ അവിടെ ഇരിക്കുന്ന പെണ്ണിനെ നമ്മുടെ കൂട്ടത്തിൽ എടുത്ത് വെക്കാനും, എൻ്റെ കൈയെടുത്ത് അവളുടെ മുകളിലെടുത്ത് വെക്കാനും, അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് കൊടുത്തോണ്ടിരിക്കാനും ഒക്കെ ഇപ്പൊ പറ്റും. ഇപ്പോഴത്തെ സിസ്റ്റം അങ്ങനെയാണ് അല്ലേ? എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ ഇവിടെ ഇരുന്നാൽ മതി, അവൾ അവിടെ ഇരുന്നാൽ മതി, രണ്ടുപേരെയും കൂടെ അടുപ്പിച്ച് വെച്ച് യോജിപ്പിച്ച് സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഇപ്പൊ യൂട്യൂബിൽ ഇടാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇത് ഹക്കോ ബാത്തിലോ അതൊന്നും അറിയണ്ട. പെട്ടെന്ന് കമന്റ് ഉണ്ട്, അതിന്റെ ആവശ്യമുണ്ടോ? അയാൾ വലിയ പ്രസംഗിക്കാൻ നടക്കുന്നു, അയാൾ ഉണ്ടാക്കാൻ അല്ലേ പറയുള്ളൂ. ഉപദേശിക്കാൻ പറ്റൂല. നബി തങ്ങൾ പറഞ്ഞതാ, ആ കാലഘട്ടത്തിൽ ഉപദേശിക്കാൻ പറ്റൂല. അങ്ങനെ ഉപദേശിക്കാൻ ഒരു ധൈര്യം ആരെങ്കിലും കാണിച്ചാൽ, മഹാനായ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമാ, അവർക്ക് അല്ലാഹു നൽകിയ സവാബ് കൂലി അവർക്ക് നൽകുമത്രേ. അതിന്റെ കൂലി അവർക്ക് കിട്ടും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത കൂലി, ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത കൂലി അവർക്ക് കൊടുക്കും. പക്ഷെ നമുക്ക് ഉപദേശിക്കാൻ പറ്റുമോ? സ്വന്തം മക്കളെ പോലും നമുക്കൊന്നും ഉപദേശിക്കാൻ പറ്റാത്ത കാലമാണ്. ഇന്നലെ കൊല നടന്ന ആ വ്യക്തി പറഞ്ഞത് എന്താണ്? എനിക്ക് ജന്മം നൽകിയതാണ് എൻ്റെ ഉമ്മ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് എൻ്റെ ഉമ്മയെ ആ ജന്മം നൽകിയതിൻ്റെ പേരിൽ ഞാൻ കൊന്നുകളയുകയാണ്. കൂസലില്ലാതെ മീഡിയക്കാരൊക്കെ വന്നപ്പോൾ അവനോട് ചുംബിച്ചു വിടുകയാണ്. കാരണം മറ്റേ ഐറ്റം കയറി തലയ്ക്ക് പിടിച്ചു കിടക്കല്ലേ. ഇവൻ എന്ത് അള്ളാ, ഇവൻ എന്ത് റസൂല്, ഇവൻ എന്ത് ഉമ്മ, ഇവൻ എന്ത് വാപ്പ, മറ്റേ കയറി കിടക്കല്ലേ. നമ്മുടെ കുട്ടികൾക്ക് മൊത്തം ഇതൊരു ഇൻട്രസ്റ്റ് ആയില്ലേ? കോളേജിൽ പോകുന്ന നമ്മുടെ ചെറുപ്പക്കാരി പെൺകുട്ടികളൊക്കെ ഇതിൽ നിന്ന് വശംബദ്ധരായി. പരസ്യമായിട്ടൊക്കെ ബീഡി വലിക്കുന്ന പെൺകുട്ടികളുടെ ഒക്കെ ഫോട്ടോകൾ വന്നുകൊണ്ടിരിക്കാൻ, പരസ്യമായിട്ട് തലയിൽ തട്ടം. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ തലയിലെ ഈ തട്ടമാണ് നമുക്ക് പ്രശ്നം. അതില്ലെങ്കിൽ പ്രശ്നമില്ല. ഏതോ ശങ്കരവർഗത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം. പക്ഷെ ഈ സാധനമാണ് നമ്മളെ മൊത്തവും, നമ്മുടെ ഇസ്സത്തിനെയും ഇസ്ലാമിനെയും ഒക്കെ നാണം കെടുത്തുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നും കാണുന്ന സംഭവമാണിത്. നിത്യമായി കാണുന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അതല്ലാതെ അവിടെ ഇവിടെ നിന്ന് കേട്ടതല്ല. കാരണം നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല നമ്മുടെ കൗം ഇത്രയ്ക്കും പിഴച്ചു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, പരസ്യമായി ഇങ്ങനെയുള്ള തെമ്മാടിത്തരവും അശ്ലീലതകളും വ്യാപിക്കുമ്പോ ഹത്താ യുഅ്ലിനു ബിഹാ, അത് പരസ്യമാകുമ്പോ ഇല്ലാ ഫശാ ഫീഹി മുത്തഊൻ വൽ ഔജാ. لم تظهر الفاحشة في قوم قط حتى يعلنوا بها إلا فشى فيهم الطاعون والأوجاع. ഇതേപോലുള്ള അശ്ലീലങ്ങൾ വ്യാപിക്കുന്ന ഒരു കാലം വന്നാൽ മാരകമായ രോഗങ്ങൾ കൊണ്ട് അള്ളാഹു ആ സമൂഹത്തെ പരീക്ഷിക്കുമത്രേ. ആ രോഗത്തിനൊരു പേരുണ്ടാവുകയില്ല. മുൻകാലഘട്ടങ്ങളിൽ ഒരാൾക്ക് പോലും സംഭവിക്കാത്ത രോഗങ്ങളായിരിക്കും അത്. മുമ്പ് ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് കേട്ടിട്ടേ ഇല്ല. അങ്ങനെയുള്ള രോഗം അവരെ പിടികൂടും. എന്ത് വല്ല വേദനകൾ വ്യാപിക്കും. ശരിയല്ലേ? ആർക്കാ ഇന്ന് വേദന ഇല്ലാത്തത്? മുട്ടുകാല് വേദന, നടുവേദന, കൈവേദന. ചെറുപ്പക്കാർ പോലും പള്ളിയിൽ പോയി നോക്ക്, പള്ളികളൊക്കെ ഓഡിറ്റോറിയം പോലെയായി. എത്ര പള്ളി, ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ 125 കസേരയാണ് നിസ്കരിക്കാൻ. 125 കസേര. പള്ളികളിൽ പോയി നോക്ക്, ഓഡിറ്റോറിയം പോലെയായി പള്ളികളെല്ലാം. വീട്ടിൽ പോലും പെണ്ണുങ്ങൾ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നത്. ഒരു പ്രാവശ്യം കസേര ഇരുന്ന് നിസ്കരിച്ച് അതിന്റെ ടേസ്റ്റ് കിട്ടിയാൽ പിന്നെ അതിനകത്തേ നിസ്കരിക്കുള്ളൂ, പിന്നെ അതിൽ നിന്ന് ഇറങ്ങൂല.
അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഒന്നിരുന്ന് നോക്ക്. ഇരുന്ന് നിസ്കരിച്ചാൽ പിന്നെ അതേ നിസ്കരിക്കുള്ളൂ. പള്ളികളിൽ മുഴുവൻ കസേരയായി. എല്ലാ രോഗം, വേദന, ക്യാൻസർ പനി പോലെ പടരുന്നു. 2030 പനി പോലെ ക്യാൻസർ പടരുമെന്നാണ് വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നത്. 2030 ക്യാൻസർ പോലെ ആവുന്നു. കൊറോണ ഇപ്പൊ സർവ്വസാധാരണ പോലെ എല്ലാവർക്കും ആയില്ലേ? കൊറോണ സർവ്വസാധാരണമായില്ലേ? എന്താണ് കൊറോണ എന്ന് അറിയില്ല, അതിന്റെ ഉത്ഭവം എന്താണെന്നും അറിയില്ല. ലം തകുൻ മലത് ഫി അസ്ലാഫിഹിമുൽ ലദീന മലൗ, മുൻ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു രോഗത്തെ കുറിച്ച് പോലും കേട്ടിട്ടില്ല. അങ്ങനെയുള്ള രോഗം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ? എന്തേ അതിന്റെ കാരണം? പരസ്യമായി അശ്ലീലം വ്യാപിക്കുന്നതിന്റെ പേരിലാണ്. മൃഗങ്ങളെ പോലും നാണം കെടുത്തുമാർ നമ്മുടെ മക്കൾ ഇന്ന് റോഡിൽ കിടന്ന് അഴിഞ്ഞാടുകയല്ലേ? മാതാപിതാക്കളെ അനുസരിക്കുകയോ അവരുടെ വഴികളെ അനുധാവനം ചെയ്യുകയോ ചെയ്യൂല. മാതാപിതാക്കളുടെ വാക്കുകൾക്ക് പുല്ലുവിലയാണ്. മാതാപിതാക്കളുടെ വാക്കുകളെ വിശ്വസിക്കാനോ അത് അംഗീകരിക്കാനോ ഈ ഉമ്മത്ത് തയ്യാറാവുകയില്ല. മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. അഖ്സാബാഹു വഅദ്നാ സദീഖഹു, മാതാപിതാക്കളെ തള്ളിക്കളയും, കൂട്ടുകാരെ അടുപ്പിക്കും. നെ ഒന്ന് മടക്കണേ അല്ലാ, അഖ്രിജ്നാ മിൻഹാ, അല്ലാഹുവേ ദുരന്തത്തിൽ നിന്നൊന്ന് രക്ഷിക്കണേ അല്ലാ. ഫൈനുദിനാ ഫൈനാ ളാലിമൂൻ, ഇനി ഇതിലേക്ക് മടങ്ങിയാൽ ഞാൻ അഹങ്കാരിയും അക്രമിയുമാണ് അല്ലാ. അതുകൊണ്ടൊരു അവസരം നൽകി ഒന്ന് മടക്കണേ റബ്ബേ എന്ന് അവൻ ഖബറിൽ കിടന്ന് വിളിച്ചു പറയുമ്പോ അവനോട് പറയപ്പെടുകയാ, ഖദ് ഉമ്മിറത മാ കുന്ത മുഅമ്മറാ, ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ആയുസ്സും ആരോഗ്യവും ദുനിയാവിൽ നിനക്ക് നൽകിയില്ലേ? ആ അവസ്ഥ മുഴുവനും ആ അവസരം മുഴുവനും നീ പാഴാക്കിയവനല്ലേ? ഇനി വിലപിച്ചിട്ട് കാര്യമില്ല. കദാലിക്കൽ അദാബു ഇലാ യൗമി യുബ്അസൂൻ, ലോകാവസാനം വരെ നിനക്കുള്ള ശിക്ഷ ഇത് തന്നെയാണ്. അനുഭവിച്ചോ 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 എല്ലാം അനുഭവിക്കുകയാണ് കിടന്ന്. മൊബൈലിന്റെ പേരിൽ പെട്ടെന്ന് ആത്മഹത്യ. ഈ അടുത്ത സമയത്ത് നടന്ന മുഴുവൻ കേസുകളും മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ, മൊബൈൽ പിടിച്ചു വച്ചതിന്റെ പേരിൽ ആത്മഹത്യ. വാപ്പാക്കും ഉമ്മാക്കും ഒന്നും ചോദിക്കാൻ പറ്റൂല. പിന്നെ എന്ത് മക്കളും വാപ്പായും ഉമ്മായും? വാപ്പായും ഉമ്മ എന്ത് മക്കള്? ഞങ്ങളൊക്കെ പണ്ട് അത്ത അമ്മയൊക്കെ പേടിച്ചിരുന്നു. അല്ലാഹുവേ പഠിച്ചവനെ, എന്തെങ്കിലും ഒരു തെറ്റെങ്ങാനും കണ്ട് അന്ന് കളിക്കുന്ന കണ്ട് നിസ്കാരത്തിൻ്റെ സമയം ആയിട്ട് നിസ്കരിക്കാൻ കയറിയില്ല, ഇത്തിരി താമസിച്ചു നോക്കി വയ്ക്കും മൂപ്പിലാൻ. ഇഷ കഴിഞ്ഞിട്ട് വന്ന് ഒരു കീച്ചൊക്കെ ഉണ്ട്. ആ ബിരിയാണി തിന്നിട്ട് രാത്രി ഉറക്കമുള്ളൂ. രാത്രി അത് തിന്നാതെ, അത് അറിയാതിരിക്കാൻ വേണ്ടി നേരത്തെ കിടന്നുറങ്ങും. നേരത്തെ ഉറങ്ങിയാലും വന്ന് നല്ല പീച്ച് വെച്ച് ഞെട്ട് കിടക്കും ആ ഉറക്കത്തിൽ. ചീത്ത വിളിക്കാൻ പറ്റുമോ? അടിക്കാൻ പറ്റുമോ? ചവിട്ടാൻ പറ്റുമോ? അന്ന് വാപ്പാന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ മൂത്രം ഒഴിക്കും. മാതാപിതാക്കളെ കണ്ട പേടിച്ച മൂത്രം ഒഴിക്കും. ഇന്ന് ആ പേടിയുണ്ടോ? ആ മഹത്വം നഷ്ടപ്പെട്ടില്ലേ? മാതാപിതാക്കൾ എന്നുള്ളൊരു മഹത്വം നഷ്ടപ്പെട്ടില്ലേ? വാപ്പാക്കും ഉമ്മാക്ക് എന്ത് വിലയുള്ളത് നമ്മുടെ വീട്ടിൽ? എന്ത് വിലയുള്ളത് മാതാപിതാക്കൾ? എന്നാൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കളുടെ മഹത്വം പറയും, അവർക്ക് ദുആ ചെയ്യാനുമാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഏത് മതമാ പഠിപ്പിച്ചു കൊടുത്തത്? അള്ളാഹുവേ, എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും എൻ്റെ ശൈശവം മുതൽ, എൻ്റെ കൗമാരം, എൻ്റെ ബാല്യം മുതൽ, എൻ്റെ കൗമാരം മുതൽ എന്നോട് കരുണ കാണിച്ച എൻ്റെ മാതാപിതാക്കളാണ്. അവരോട് നീ കരുണ കാണിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യാൻ ഒരു സ്വാലിഹായ സന്താനത്തെ വാർത്തെടുക്കണ്ടേ? കുറെ മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്ക് വേണ്ടിയല്ല ദുആ ചെയ്യേണ്ടത്. നമുക്ക് തെറ്റിപ്പോയി മുസ്ലിം ലോകമേ. ദുആ ചെയ്യേണ്ടത് സ്വാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടിയാണ്. അല്ലാ, നല്ല മക്കളെ താ എന്നല്ല ദുആ. ആണിനെ താ പടച്ചവനെ, പെണ്ണിനെ താ പടച്ചവനെ. 4 ആൺമക്കളെ കിട്ടിയ വാപ്പ ദുആ ചെയ്യും, പടച്ചവനെ ഒരു പെണ്ണിനെ താ. 3 പെൺമക്കളെ കിട്ടിയ വാപ്പ ദുആ ചെയ്യും, അല്ലാ ഇനി ഒരു ആൺകുട്ടിയെ താ. ഇതല്ലാതെ റബ്ബേ, ആണിനെ തന്നാലും പെണ്ണിനെ തന്നാലും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഗുണമുള്ള സന്താനത്തെ തരണയല്ലാ എന്ന് ദുആ
ചെയ്യാനാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. 50 വർഷത്തോളം മക്കളില്ലാതെ പ്രവാചകൻ ഇബ്രാഹിം നബി ചെയ്ത ദുആ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹ് സ്വാലിഹീങ്ങളായ കുട്ടിയെ നീ തരണേ പടച്ചവനെ. വന്യ വയോധികനായ സക്കരിയ നബി ദുആ ചെയ്തത്, റബ്ബി ഹബിലി മിൻ ലദുങ്ക ദുർരിയത്തൻ ത്വയ്യിബ, പടച്ചവനെ നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന, നീ ഇഷ്ടമുള്ള ഒരു സന്താനത്തെ എനിക്ക് നീ നൽകണേ അല്ലാഹ്. വജ്അൽഹു റബ്ബി റളിയാ, ആ കുട്ടിയെ നീയും തൃപ്തിപ്പെടണേ പടച്ചവനെ, നീയും ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ അല്ലാഹ്. പ്രവാചകന്മാര് ദുആ ചെയ്തെങ്കിൽ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അർബഅ വഅഊദു ബിക മിൻ അർബഇൻ, പടച്ചവനെ 4 കാര്യം നിന്നോട് ഞാൻ ചോദിക്കുകയാണ് അല്ലാഹ്, 4 കാര്യത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാവൽ തേടിയത് ഏതാണെന്നറിയോ? ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വലദിൻ യകൂനു അലയ്യ സയ്യിദാ, അല്ലാഹുവേ എൻ്റെ കഴുത്തറക്കുന്ന മോനെ എനിക്ക് നീ നൽകല്ലേ അല്ലാഹ്, കഞ്ചാവടിക്കുന്ന മോനെ എനിക്ക് നീ നൽകല്ലേ അല്ലാഹ്, എന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്ന മോനെ എനിക്ക് നീ നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ, എൻ്റെ മേൽ ഭരിക്കുന്ന, എന്നെ ഭീഷണിപ്പെടുത്തുന്ന, എന്നെ ചൂണ്ടാണി വിരലിൽ നിർത്തുന്ന ഒരു മകനെ നീ എനിക്ക് നൽകല്ലേ അല്ലാഹ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിനോട് ചോദിച്ച തേട്ടമാണ് ഇത്. സഹാബാക്കൾക്ക് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുആ പഠിപ്പിച്ചു കൊടുത്തു. എന്നെ ഭരിക്കുന്ന മോനെ എനിക്ക് നീ തരല്ലേ അല്ലാഹ്. ആരാ ദുആ ചെയ്തേ? ഏത് വാപ്പ ദുആ ചെയ്യുന്നുണ്ട്? സാലിഹായ കുഞ്ഞിന് വേണ്ടി ദുആ ഇരുന്നിട്ടില്ല, സാലിഹായ കുഞ്ഞിനെ തന്നു. ഒരാൾ മരിച്ച് കബറിനകത്ത് കിടന്നാൽ, വാപ്പ മരിച്ച് കബറിലേക്ക് പോയാൽ ആ കബറിൽ ഗുണം ചെയ്യുന്നത് മകനെന്നല്ല നബി തങ്ങൾ പറഞ്ഞത്, വലദുൻ സാലിഹുൻ, സാലിഹായ മകന്റെ ദുആയാണ്. കഞ്ചാവടിച്ച് കിടന്നവന്റെ ദുആയല്ല, കള്ളു കുടിച്ച് കിടക്കുന്നവന്റെ ദുആയല്ല, നമസ്കാരമില്ലാത്ത മക്കളുടെ ദുആയല്ല മാതാപിതാക്കൾക്ക് ലഭിക്കുക. സ്വാലിഹീങ്ങളായ മക്കൾ ആരാണോ അവരുടെ പ്രാർത്ഥനയാണ് വാപ്പാ ഉമ്മ ഖബറിൽ നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് വാപ്പാടെ ഉമ്മയുടെ ബാധ്യത സ്വാലിഹായ മക്കളെ ഉണ്ടാക്കിയെടുക്കണം. കുറെ മക്കളെ പ്രൊഡക്ഷൻ ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. കുറേ മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുത്തൻ UK-ൽ, ഒരുത്തൻ അമേരിക്കയിൽ, ഒരുത്തൻ ലണ്ടനിൽ, ഒരുത്തൻ ഈജിപ്തിൽ, ഒരുത്തൻ അവിടെ, ഒരുത്തൻ ഇവിടെ. ഇവിടെ കളവനും കളവിയും മാത്രമേ ഉണ്ട് വീട്ടിൽ. കളവനും കളവിയും ഉണ്ട്. ഈ കളവനും കളവിയും ചാപ്പാട് അയൽവക്കത്തെ നാരായണി ചേച്ചി വെള്ളം കൊണ്ട് കൊടുക്കും. രാവിലെ കുറെ കട്ടൻ ചായ, പിന്നീട് 2 ദോശ. മോനക്കട 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം ഒക്കെ വാങ്ങാൻ. UK-യിലാണ്. UK പറയാൻ ഭയങ്കര ഫഖ്റ. UK-യിലാണ്. അത് ഇൻട്രസ്റ്റ് ആണ്. നമ്മളോട് ദുആ ഇറക്കാൻ പറയും. പഠിച്ചവനെ, ജർമ്മനിക്ക് ഒരു വിസയ്ക്ക് വേണ്ടി ഒരു സഹോദരൻ ചോദിച്ചിരിക്കുന്നു, കബൂലാക്കണേ അല്ലാഹ്. എത്ര പേരാ ജർമ്മനിയിലേക്ക് ഒരു വിസയ്ക്ക് വേണ്ടി അങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി. വാപ്പ മരിച്ചുപോയി മോനെ, 3 ദിവസം ആവും നീ ജർമ്മനിയിൽ നിന്ന് വരാൻ. ഉടനെ മോൻ വിളിച്ചു പറയും, അടക്കണ്ട് വാപ്പ എടുത്ത് ഫ്രിഡ്ജിൽ വെക്ക്, ഞാൻ വന്നിട്ട് അടക്കിയാ മതി. പാപ്പായ്ക്കറ്റ് ഫ്രിഡ്ജിൽ കയറ്റ് അടക്കി. ഈ അടുത്ത സമയത്ത് ഒരു മോൻ പറഞ്ഞ, അടക്കിയാൽ ഞാൻ വരാതെ അങ്ങനെ അടക്കിയാൽ എല്ലാത്തിനും ഞാൻ കൊന്നുകളയും. ഹക്കൻ ഒരു സ്ഥലത്ത് പറഞ്ഞതാണ് മകൻ. പാപ്പായി അങ്ങനെ ഞാൻ വരുന്നതിനും അടക്കി കളഞ്ഞാൽ എല്ലാത്തിനും ഞാൻ കൊന്നു കളയുന്നു. പാപ്പായി കയറ്റുപോയി, ഫ്രിഡ്ജിൽ കയറ്റുപോയി. പാപ്പായ 3 ദിവസം ഫ്രിഡ്ജിൽ ഇട്ട് മോൻ വന്ന് കണ്ട് എടുത്ത് കുളിപ്പിക്കാൻ എടുത്തിട്ടപ്പം ഇങ്ങനെ ഇരിക്കുക സാധനം. അങ്ങോട്ടിട്ട ഇങ്ങനെ അടക്കും, ഇങ്ങോട്ടിട്ട ഇങ്ങനെ അടക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഉസ്താദ് പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഒരു വലിയ ഒരു കണ്ടാവിനകത്ത് എടുത്തിട്, ഒന്ന് കുതിരട്ടെ സംഭവം, ഒന്ന് കുതിരട്ടെ. കാരണം ഈ കുതിരാതി ആ കശത്തെ അഴുക്കൊക്കെ എടുത്ത് കളയണ്ടേ. ഇത് എങ്ങോട്ട് പിടിച്ചാലും ഐസ് കട്ട പോലെ. നമ്മൾ കോഴിയൊക്കെ ഇറച്ചിയൊക്കെ ബീഫൊക്കെ എടുത്ത് വെള്ളത്തിടൂലേ 3 മണിക്കൂർ നേരത്തെ എടുത്തിടുന്നത് പോലെ പാപ്പ എടുത്ത് വെള്ളത്തിലിട്, ഒന്ന് കുതിരട്ടെ. അല്ലാതെ എങ്ങനെ കുളിപ്പിക്കും? 3 ദിവസം കൊണ്ട് ഫ്രിഡ്ജിരിക്കുകയാണ്. പാപ്പാടെ ഗതികേടൊന്ന് ആലോചിച്ച്. ഇവനെ ഉണ്ടാക്കിയത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഗതികേട്. ഒന്ന് ചിന്തിച്ചു നോക്കി. നല്ല വായുതയുണ്ടോ? ആ വാപ്പ പാമ്പ് പിടിച്ചാലും ആ ചൂട് മാറുന്നതിന് മുമ്പ് കബറ് കൊണ്ടടക്കിയിരുന്നെങ്കിൽ അവിടെയെങ്കിലും രക്ഷപ്പെട്ടു പോയേനെ. ഇവൻ വരുന്നത് വരെ നോക്കിയിരുന്ന് 3 ദിവസം വരെ നോക്കിയിരുന്ന് അവിടുന്ന് ആ ഫ്ലൈറ്റൊക്കെ വരണമെങ്കിൽ എത്ര മണിക്കൂറാവും? അതുവരേക്കും ഇവനെ കൊണ്ടുപോയി ഈ സാധനത്തിന് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. പടച്ചവൻ റബ്ബേ എടുത്ത് വെളിയിലിട്ട എങ്ങനെ രക്തമൊക്കെ കഴുകി വൃത്തിയാക്കും? എങ്ങനെ അശുദ്ധിയൊക്കെ കഴുകി വൃത്തിയാക്കാൻ പറ്റും? ഈ ഐസ് കട്ടയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സാധനം. കഷ്ടം, പാവം.
ഈ മക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദുരന്തം. എൻ്റെ പൊന്നു വാപ്പ ഉമ്മ കാലെ പിടിച്ച് പറയാണ്, മക്കളെ കിട്ടിയാൽ നല്ല മക്കൾ കൊണ്ട് ദ്വാരക്ക്, സ്വാലിഹ്യങ്ങളായ മക്കൾ കൊണ്ട് ദ്വാരക്ക്, സ്വാലിഹ്യങ്ങളായ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. അവരെ നല്ല വഴിക്ക് പറഞ്ഞു വിട്, അവരെ ആലിമീങ്ങളാക്ക്, ഹാഫിളീങ്ങളാക്ക്, ഇൽമു കൊടുക്ക്. ഇൽമില്ലാത്തതാണ് ഇന്ന് നമ്മുടെ മക്കൾ പിഴച്ചു പോകാൻ കാരണം. ഇൽമില്ല, ഇൽമ്, അറിവില്ല. എന്താണ്, ആരാണ് അല്ലാഹ്, എന്താണ് ആഖിറം, എന്താണ് ഖബർ, എന്താണ് മഹ്ശർ. അവർ കരുതുന്നത് മരണത്തോടു കൂടി എല്ലാം ഹലാസ്, മരിച്ചാൽ എല്ലാം തീർന്നു. അതുകൊണ്ട് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ലോകമാണ്, ദുനിയാവാണ്. ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് ജീവിക്കുക മാക്സിമം. പിന്നെ അമ്മക്ക് മജ്‌ലിസിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? നമ്മളിവിടെ അടിപൊളിയായിട്ട്, നമ്മളിവിടെ നല്ല ഡാൻസിനെ പറ്റിയ ആൾക്കാരെ കൊണ്ടൊന്ന്, ഗാനമേളയും കൊണ്ട് നമ്മളൊക്കെ ഒന്ന് റാഹത്തോടെ ആടൂലേ? എന്തിനാ ഈ മജ്‌ലിസിൻ്റെ ആവശ്യം, ഈ വാളിൻ്റെ ആവശ്യം എന്ത്? എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഈ ആഖിറമില്ല, നമ്മളെന്തിനാ പള്ളി, ജുമാക്ക് എന്തിനാ പള്ളി? ആഖിറം ഇല്ലെങ്കിൽ പിന്നെ ജുമായുടെ ആവശ്യം എന്ത്? നിസ്കാരത്തിന്റെ ആവശ്യം എന്ത്? എന്തിനാ ഈ മയ്യത്ത് നിസ്കരിക്കുന്നത്? എങ്ങനെ കൊണ്ട് കുഴിച്ചിട്ടാ പോരെ ആഖിറമില്ലെങ്കിൽ? നമ്മുടെ ഈ പരിശ്രമവും ഈ പ്രവർത്തനവും മൊത്തവും ആഖിറത്തിലത്തെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ നമുക്ക് സന്തോഷമാകണം. അത് മരിക്കുന്നതോടുകൂടിയാണ് അള്ളാഹു അത് അറിയിച്ചു കൊടുക്കും. മരണത്തോടുകൂടി നീ എവിടേക്കാണ് പോകുന്നതെന്ന് മരിക്കുന്ന സമയത്ത് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഒരാളും ഈ ലോകത്ത് നിന്ന് മരണപ്പെടൂല. അവൻ മരിക്കുന്നതിന് മുമ്പ് അവൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അവന്റെ മുന്നിൽ വെളിപ്പെടുത്തി കൊടുക്കാതെ ഒരാളും ഈ ലോകത്ത് നിന്ന് വിട പറയൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. മരിക്കുന്നതിന് മുമ്പ് കാണിച്ചെടുക്കും. ലിസ്റ്റ് വരും, മലക്കൾ കൊണ്ടുവന്ന ലിസ്റ്റ് വരും. അതിനാണ് ഇപ്പോൾ LCD ഒക്കെ കാണുന്നത്. ഇതാണ്ട് ഇതിപ്പോൾ LCDക്കകത്തെല്ലാം കാണാമല്ലോ. ഇതേപോലെ നിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരും മലക്കൾ. നീ പോകുന്ന സ്ഥലം ഇതാ. ഗൂഗിൾ മാപ്പും തരും. നല്ല മലക്കുകൾ, പാമ്പുകൾ, കുത്താൻ വരുന്നത്, കടിക്കാൻ വരുന്നത്, മുള്ളിനിടയ്ക്ക് തീ കത്തിക്കുന്നത്. ലോസ് ആഞ്ചലോസിൽ കണ്ടില്ലേ? ഇതേപോലെയൊക്കെ ഇങ്ങനെ കാണാം. അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നീ ഇങ്ങനെ പോകുന്നതും നിലവിളിക്കുന്നതും, നാക്ക് താഴോട്ട് കിടക്കുന്നതും, കണ്ണ് മുകളിലോട്ട് കത്തി എരിയുന്നതും, നിലവിളിക്കുന്നത് യാ ഹസ്രത്ത യാ വൈലത്ത, ഇതൊക്കെ നിന്റെ മുന്നിൽ കാണിച്ചിട്ടേ നിന്നെ ഇവിടുന്ന് പിടിക്കുള്ളൂ. അല്ലാതെ വെറുതെ പിടിച്ചോണ്ട് പോകൂല. അപ്പൊ നീ നിലവിളിക്കും, റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹാ. അല്ലാ, സംഭവിച്ചു പോയി പടച്ചവനേ, കുടുങ്ങിപ്പോയി പടച്ചവനേ, അല്ലാ ഒരവസരം കൂടി നൽകി ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ. ഞാൻ സകലമാന നന്മകളും ചെയ്തു കൊള്ളാം പടച്ച റബ്ബേ. ഇനി ഒരു തെറ്റിലേക്ക് പോവില്ല നാഥാ, നിന്നെ അനുസരിക്കാതിരിക്കില്ല പടച്ചവനെ. ഇബാദത്തിൽ ഞാൻ സദാസമയവും മുഴുകിക്കൊള്ളാം. അല്ലാഹുവേ, ഒരവസരം കൂടി നൽകി ഒന്ന് മടക്കണേ റബ്ബേ. പറഞ്ഞിട്ട് കാര്യമുണ്ട് സമയത്ത്, ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. മരണത്തോട് അടുത്ത് കിടക്കുമ്പോ അതിന്റെ വെപ്രാളത്തിൽ ഇവൻ വേവലാതി കൊണ്ട് നിലവിളിച്ചു പോവുകയാണ്. ആരെങ്കിലും ഒന്ന് ഓതിത്തരണേ, ഒന്ന് മന്ത്രിച്ചൂതണേ, ഞാനിപ്പോ മരിച്ചു പോവും കേട്ടോ. അപ്പോഴാണ് മലക്കുകൾ കൊണ്ടൊന്ന് ആഖിറത്തിന്റെ ഭയാനകതകളെ കാണിച്ചു കൊടുക്കുമ്പോ, അല്ലാ ഒരവസരം കൂടി നൽകി മടക്കണേ അല്ലാ, ഈ അഗ്നികുണ്ടാരത്തിലേക്ക് എന്നെ വലിച്ചെറിയല്ലേ അല്ലാ. ഇവൻ നിലവിളിക്കുമ്പോ അല്ലാന്റെ മറുപടി ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ. നിലവിളിക്കണ്ടടാ, 60 വയസ്സ് വരെ ദുനിയാവിലെ സമയം തന്നതല്ലേ, 50 വയസ്സ് വരെ സമയം തന്നതല്ലേ, 30 വയസ്സ് വരെ സമയം നൽകിയതല്ലേ, ആ സമയം മുഴുവനും ദുനിയാവിൽ അടിച്ചു പൊളിച്ചവനല്ലേ. ഇപ്പോ നീ നിലവിളിച്ചിട്ട് കാര്യമില്ല, നീ അനുഭവിക്കേണ്ടത് തന്നെയാണ്, അനുഭവിക്കേണ്ടത് തന്നെയാണ്, അനുഭവിച്ചേ മതിയാവൂ. ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ. വീണ്ടും വീണ്ടും ആവർത്തിച്ച് അനുഭവിക്കട അനുഭവിക്കട അനുഭവിക്കട, അനുഭവിച്ചേ മതിയാവും.
RTOയുടെ ബില്ല് വരുമ്പോൾ നമ്മൾ അടയ്ക്കാതെ വെച്ചേക്കും, അടയ്ക്കാതെ വെച്ചേക്കും. 2 ലക്ഷം ആയാലും 3 ലക്ഷം കുഴപ്പമില്ല എന്ന് അവസാനം വരും. അറസ്റ്റ് വാറണ്ട് വരുമ്പം അടച്ചേ മതിയാവൂ. എല്ലാവരും പറയും വേണ്ട. നമ്മളും അടയ്ക്കാതെ വെച്ചേക്കാം 7000 രൂപ. കല്യാണക്കുറി എല്ലാവരും വീട്ടിലും വരും, അടയ്ക്കേണ്ടെന്ന് പറയും. അവസാനം വണ്ടി വിൽക്കേണ്ടി വരുമ്പോൾ അടച്ചേ മതിയാവും എന്ന് പറഞ്ഞ പോലെ നിനക്കിതൊക്കെ ശിക്ഷ കിട്ടിയേ മതിയാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു ദിവസം നമ്മൾ മരിച്ചു പോവും. എൻ്റെ സഹോദരി സഹോദര, നമ്മുടെ വീട് ഇവിടെയല്ല, നമ്മുടെ വീട് അവിടെയാണ്. ആറ്റിൻ്റെ സൈഡിൽ 6 അടി മണ്ണിൻ്റെ കബറിൻ്റെ അകത്ത് കിടക്കണം നമ്മൾ. ആരും വരില്ല നമ്മളെ കൊണ്ടുപോകാൻ, നമ്മളെ സഹായിക്കാൻ. അവിടം വരെ കൊണ്ടെത്തിച്ചേരും. കബർ ഇടിയാതെ, കബറിൽ വെള്ളം കയറാതെ, മയ്യത്തിനൊരു കോട്ടവും തട്ടാതെ കറക്റ്റായിട്ട് അവിടം വരെ കൊണ്ടെത്തിച്ചേരും. അതിന് വരെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ മണ്ണിട്ട് മൂടിയിട്ട് പോയാൽ പിന്നെ ആരും തോണ്ടി നോക്കൂല. ഇക്ക എങ്ങനെയുണ്ട്, ഇക്ക വല്ല റാഹത്തുണ്ടോ, ഇക്ക സുഖമുണ്ടോ, ഇക്ക ആരെങ്കിലും പോയി അന്വേഷിക്കൂ? ഒന്ന് സിയാറത്ത് ചെയ്യാൻ പോകില്ലല്ലോ, പിന്നല്ലേ അന്വേഷിക്കാൻ പോകുന്നത്. ഒന്ന് സിയാറത്തിന് പോകില്ലല്ലോ. അത് പിന്നെ വെള്ളിയാഴ്ച ചുമ്മാ അവിടെ ആയതുകൊണ്ട് ഒന്ന് പോകുമ്പോൾ അങ്ങോട്ട് പോയി വാപ്പാൻ്റെ കബറിൽ ഉമ്മാൻ്റെ കബറിൽ ഒന്ന് പോയിട്ട് ഒരു സലാം പറഞ്ഞൊരു ദുആ ചെയ്യാം എന്നുള്ളതല്ലാതെ ആരാ പോവുക, ആരാ തിരിഞ്ഞു നോക്കുക? ഖലാസ്, എക്സ്പയർ ആയാൽ ഖലാസ്. സമാധിയാക്കി കളയും, കൊണ്ടുപോയി തള്ളിക്കളയാണ്. എക്സ്പയർ പാസ്ഡ് അവേ, ആള് തീർന്നു. അവിടെ കൊണ്ട് കബറിട്ടു. പിന്നെ ആരുമില്ല തിരിഞ്ഞു നോക്കാൻ. പിന്നെ അവിടെ വരുന്ന ആരാ? പാമ്പുകളായിരിക്കാം, തേളുകളായിരിക്കാം. ഇല്ലെങ്കിൽ ഒരു സാലിഹായ കൂട്ടുകാരനെ അള്ളാഹു നമുക്കവിടെ കൊണ്ടുവരുമത്രേ. നല്ലൊരു കൂട്ടുകാരനെ അള്ളാഹു കൊണ്ടുതരും, നല്ലൊരു കൂട്ടുകാരൻ. ആ കൂട്ടുകാരനാരാ? നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന സാലിഹായ അമലുകളും നമ്മുടെ സാലിഹ്യങ്ങളായ സന്താനങ്ങളുടെ ദുആയും. കുറേ മക്കളെയൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ പൊന്നുമ്മമാരെ, എൻ്റെ വാപ്പമാരെ, നിങ്ങളോട് ഞാൻ പറയാം, പണമൊക്കെ ഉണ്ടാക്കിയോ, അതൊക്കെ നമുക്ക് വേണം. പക്ഷേ അമിതമായി പണം ഉണ്ടാക്കി, അമിതമായ ആഘോഷങ്ങളും ആവേശങ്ങളും ആർഭാടങ്ങളും കാണിച്ച് ഒരു ദിവസം നമ്മൾ മരിച്ചു പോകുമ്പോൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് വെറും കൈയോടെ പോകണം. ആഖിറത്തിൽ പോയി നമ്മൾ വിരൽ കടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോകരുത്. മാതാപിതാക്കൾ തൻ്റെ മക്കളെ പഠിപ്പിക്കാതെ, ഇൽമിൻ്റെ വഴികളിലേക്ക് അവരെ തെളിച്ചു വിടാതെ, ഈ ദുനിയാവിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ട് ഈ ഉമ്മയും ഉപ്പയും മരിച്ചു പോയാൽ ആഖിറത്തിലെത്തുമ്പോ വല്ലാഹി സത്യം, ഈ മക്കൾ വാപ്പാക്കും ഉമ്മാക്കും എതിരെ തിരിയുന്ന രംഗം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നമ്മുടെ മക്കൾ നമുക്കെതിരെ തിരിയും ആഖിറത്ത് വരുമ്പോൾ. ഇവിടെ എൻ്റെ വാപ്പ പൊന്നാണ്, ചങ്കാണ്, കരലാണ്, അവന് വണ്ടി വേണം, മൊബൈൽ വേണം, അവന് വീട് വെക്കണം, അവന് മറ്റ് സംവിധാനങ്ങളൊക്കെ വേണം. ഇതിനു വേണ്ടി വാപ്പായെ സോപ്പിട്ട് നിൽക്കും. പക്ഷെ ആഖിറത്തിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഈ മക്കൾ നമുക്കെതിരെ നാളെ അള്ളാൻ്റെ അടുക്കൽ മറുപടി പറയും. എന്നെ പിഴപ്പിച്ചതാരാ? എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ. നല്ലപോലെ മൊബൈലൊക്കെ വാങ്ങിച്ചു കൊടുത്തോളി, നല്ലതുപോലെ എല്ലാ സൗകര്യവും ചെയ്ത് കൊടുത്തോളി. നിങ്ങൾ അയൽവക്കത്തുള്ള പെണ്ണിൻ്റെ കാര്യം നോക്കണ്ട. എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ അയൽവക്കത്തുള്ളവൻ പിഴച്ചോ പിഴച്ചില്ലയോ നമ്മുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കും. അവരവരുടെ വാപ്പ അവരവരുടെ മക്കളെ സൂക്ഷിക്കും. സ്കൂളിലും കോളേജിലും പോകുമ്പം കൃത്യസമയത്ത് വരുന്നുണ്ടോ, വൈകിട്ട് വീട്ടിൽ കൃത്യസമയത്ത് വന്നുണ്ടോ? ഈ കുട്ടികളെ ഈ രാത്രി സന്ധ്യാസമയത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ബസ് സ്റ്റാൻഡിലും വെയിറ്റിംഗ് ഷെഡിലും ഒന്നും ഇരിക്കാൻ സമ്മതിക്കരുത്. അവനൊക്കെ ഇങ്ങനെ മറ്റേ സാമാനം അടിച്ചുകൊണ്ട് അങ്ങനെ കിറുങ്ങി ഇരിക്കും. അറിയില്ല, അങ്ങനെ ഇരിക്കണം. അവൻ ദുബായിൽ പറക്കുന്ന ഇറങ്ങുമായിരിക്കും അവന് ആ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുമ്പം. കാള വന്ന് മൂത്രം ഒഴിച്ചു കൊടുത്താൽ അവ അറിയില്ല. ആഹാ, നല്ല ഫാൾസ്, കൊള്ളാം, വെള്ളം. അമേരിക്കയിൽ ഫാൾസിൽ കുളിക്കുന്ന രംഗമായിരിക്കും അവൻ്റെ രംഗം ഓർമ്മ വരിക. ഇതാണ് ഈ സാധനം, കിറുക്ക് പിടിച്ചാൽ. അതുകൊണ്ട് മക്കളെ സൂക്ഷിക്കും മാതാപിതാക്കൾ. നമുക്കതേ പറയാനുള്ള. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമുക്ക് സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു തരട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മുടെ കബറിങ്കൽ വന്ന് കരഞ്ഞിട്ട് നമുക്കൊണ്ട് ദുആ ചെയ്യുന്ന നല്ല സന്താനത്തെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള മക്കളെ കൊണ്ടേ നമുക്ക് ഗുണമുള്ളൂ. അതിന് അള്ളാഹു തആല ഈ ഒരു ഒരുമിച്ചുകൂടലും ഈ ഇൽമിൻ്റെ ദിക്റിൻ്റെ മജ്ലിസുകളും ദുആകളും എല്ലാം അള്ളാഹു സബബാക്കി അനുഗ്രഹിക്കട്ടെ.